എന്നിട്ട് അവിടുന്ന് കോളേജിൽ നിന്ന് ഇറങ്ങി നേരെ ഞങ്ങൾ ടൗണിലെത്തിയപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രം കാണുന്നു. പിന്നെ അവിടുന്ന് മുപ്പൊക്കെ ചാറ്റ പറഞ്ഞ് നേരെ ഞങ്ങൾ ലുലു പോയി. തിരുവനന്തപുരം ലുലു. അങ്ങനെ ഞങ്ങൾ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ലുലു എത്തി. നല്ല വിശപ്പെട്ട്. രാവിലെ ഒരു തേങ്ങ കഴിച്ചിട്ടില്ല. അവിടെ പഴംപരി നിൽക്കുക. അപ്പോൾ നേരെ പോയി ഫുഡ് കഴിക്കട്ടെ. അങ്ങനെ ഞങ്ങളവിടെ ഹൈപ്പർ മാർക്കറ്റ് അവിടെ കാണുന്ന തപ്പാണ്. ബാക്കി ഹോട്ടലിൽ പോയി കഴിക്കാനുള്ള പൈസ ഒന്നുമില്ല. നേരെ ഹൈപ്പർ പോയി ബഡ്ജറ്റായിട്ട് എന്തെങ്കിലും കിട്ടും. ഫുഡ് കിട്ടേ. ഇനി നമ്മൾ കഴിക്കട്ടെ. നല്ല വിശപ്പുണ്ട്. ഒന്നും കഴിച്ചില്ല. രാവിലെ ഒന്നും കഴിച്ചില്ല. പറ്റിക്കോട്ടോ. നമ്മള് പറ്റിക്കോ പോയിട്ടു. ഇതെല്ലാം മന്തി. ഇത് കപ്സയാണ്. അതെ, മാളിൽ കുഴിമന്തി കണ്ട് കുഴിമന്തി വാങ്ങിയപ്പോൾ അത് കുഴിമന്തി അല്ല, അത് കപ്സേനെ പോലുണ്ട്. ഞങ്ങളെങ്ങനെയൊക്കെ നല്ല വിശപ്പുള്ളതുകൊണ്ട് പക്ഷെ ഒന്നും നോക്കിയില്ല. ഞങ്ങൾ അടിച്ച് തിന്നത്. നമ്മള് പിന്നെ നമ്മളെ നാടിന്റെ റെസ്റ്റോറൻറ്റാണ്. നല്ലത് ഒന്ന് കണ്ട് പിന്നെ ഇങ്ങോട്ട് വരുമ്പോ ഒന്നും തോന്നൂല. വിശപ്പുള്ളതുകൊണ്ട് കഴിക്കാം, അത്രേ ഉള്ളൂ. ലുലുവിന്റെ കണ്ടുപിടുത്തം. നമ്മൾ പോയി ഞെക്കും സാധനം വരാം, പക്ഷെ വരൂല. സ്വിച്ചിലാണ് ഇവിടേക്ക് സാധനം വരുള്ളൂ. എന്ത് കണ്ടുപിടുത്തം? വളരെ നല്ല കണ്ടുപിടുത്തം. ലുലുവിനോട് നിങ്ങൾ വിട പറയുന്നു. ഇനി നേരെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് അർജന്റ് നമ്മളെ റൈഡിംഗ് ഗിയറൊക്കെ പാക്ക് ചെയ്ത് നാട്ടിലേക്ക് പോകണേ. അങ്ങനെ നാട്ടിൽ പെട്ടെന്ന് എത്തേണ്ട ഒരു ആവശ്യം വന്നപ്പോൾ ഞങ്ങൾ നോക്കിയില്ല. നാട്ടുകാർ അടുത്ത ട്രെയിൻ തന്നെ നോക്കി അതിൽ ചാടി കയറി. പക്ഷേ ഒടുക്കത്തെ തിരക്ക്, എങ്ങനെ പോയാലും തിരക്ക്. ഇങ്ങോട്ട് വരുമ്പോഴും തിരക്ക്, അങ്ങോട്ട് പോകുമ്പോഴും തിരക്കാണ്. ഒടുക്കത്തെ തിരക്ക്. സീറ്റ് കിട്ടിയാൽ എന്തോ ഭാഗ്യം. സീറ്റ് കിട്ടാൻ എന്തൊക്കെ പാട. പാവി ചോര തേങ്ങോടെ സീറ്റ് ടീ. അങ്ങനെ ട്രെയിനിൽ എങ്ങനെയൊക്കെ കിടന്നുറങ്ങി. പുലർച്ചയായപ്പോൾ തിരൂര് വന്നിറങ്ങി. കിടന്നുറങ്ങാ കത്ത് അണ്ടിക്കോലയാണ്. ഒരു ചെറിയ ബെഡ് കിട്ടിയ അവിടെ കിടന്നുറങ്ങും. അതാ അവസ്ഥ. ഊരൊക്കെ നല്ല വേദന. എങ്ങനെയല്ലേ വന്ന് നമ്മളൊക്കെ. അപ്പൊ ഇനി നാളെ കാണാം. ബൈ.